ഇതെന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു പുഡിംഗ് ആട്ടോ ഗൈസ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഡെസേർട്ട്സ് കിട്ടുന്ന ഒരു ക്യൂട്ട് കാഫേ കണ്ടു നോക്കിയല്ലോ നമുക്ക്. പിന്നെ ഇത് റോസ് അല്ല കേട്ടോ, ഇതൊരു ഡെസേർട്ടാണേ. അപ്പോൾ ഇതാണ് ജിഗ്ലി പുഡിംഗ്. കുറച്ച് നാൾക്ക് മുന്നേ ഒരുപാട് വൈറലായൊരു ഡെസേർട്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മളത് കണ്ടിട്ട് അത് കഴിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ട്. ഈശ എങ്ങടാ പോണേ? നമ്മളൊരു കഫേൻ്റെ ഷൂട്ടിന് പോവാണേ. നല്ല മഴയൊക്കെ പെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കഫേയിലെത്തി. നമുക്ക് ഈ വീഡിയോയിൽ കഫേയിലെ കുറച്ച് ഷൂട്ടും ബിഹൈൻഡ് ദ സീൻസും ഒക്കെ കാണാം. TFT കഫേ എന്നാണ് ഇതിൻ്റെ പേര്. ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ കോറുമംഗലയിൽ. ഇത് ശരിക്കും ഒരു കുട്ടി കഫേ ആയിരുന്നു കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടും അത്യാവശ്യം നല്ല ഇൻസ്റ്റാഗ്രാമബിൾ കോർണേഴ്സും ഒക്കെ ആയിട്ട്. പിന്നെ അവർക്ക് ബാംഗ്ലൂർ വേറെ JP നഗർ കുറച്ചുകൂടി വലിയൊരു കഫേ ഉണ്ട്. അപ്പം ഞാൻ ഈശക്കുട്ടി തുള്ളിച്ചാടിയിട്ട് ഇത് ഓർഡർ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുക. ഈ സീൻസൊക്കെ നമ്മുടെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഓവർ ആക്ടിങ് ആണ്. പിന്നെ ഓവർ ആക്ടിങ് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാൻ കഴിയും. പിന്നെ ഇവളീ കുത്തി കളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസിഷൻ ചെയ്യാനുള്ള തത്രപ്പാടിലാട്ടോ. ഇങ്ങനെ കുത്തുമ്പോൾ ടിങ് എന്ന് പറഞ്ഞ് പുതിയ സാധനം വരണം, അതാണ് ഐഡിയ. അപ്പോൾ അങ്ങനെ ഡിസൈറിന് കുറച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്ത് വേറെ പാസ്തയിൽ കയറി പിടിച്ചു. പാസ്തയിൽ അവർ നമുക്ക് ഓപ്ഷൻസ് തന്നു. അപ്പോൾ നമ്മൾ സ്പാഗറ്റിയാണ് ചൂസ് ചെയ്തേട്ടോ. അപ്പം ഞാനങ്ങനെ മന്ദം പാസ്തയൊക്കെ ആയിട്ട് ഇതേ വന്നു. കണ്ടിട്ട് നല്ല ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി കഴിച്ചു നോക്കട്ടെ. ദോഷം പറയരുതല്ലോ, പാസ്ത അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ ഗാർലിക് ബ്രെഡ് സെർവ് ചെയ്തിരുന്നു. അപ്പോൾ ഈ കണ്ട് നമ്മൾ പാസ്തേൻ്റെ ആസ്തറ്റിക് ഷോട്ട്സ് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ ട്രയലൊക്കെ ചെയ്തിട്ട് വേണ്ട രീതിയിലുള്ള ഷോർട്സൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കടക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മോൾ ഇതേ പറഞ്ഞു, പാസ്ത അങ്ങനെയല്ല എടുക്കണ്ടേ, ഫോർക്കിലിട്ട് റോൾ ചെയ്തിട്ട് എടുക്കണമെന്ന്. അതെന്തായാലും എന്നെക്കൊണ്ട് പറ്റണ പണിയില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ എനിക്ക് പറ്റണ പോലെ പാസ്തേനെ പൊക്കിയെടുത്തു. അങ്ങനെ പൊക്കിയെടുത്താൽ മാത്രം പോരല്ലോ, കഴിക്കണ ഷോട്ട് വേണ്ടേ. അപ്പോൾ എന്താ ചെയ്യുക, പാസ്ത ആണെങ്കിൽ ഒടുക്കത്തെ ചൂട് കഴിക്കാൻ പറ്റുന്നില്ല. പേടിച്ച് ഊതിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഒരുമാതിരി കഴിക്കുന്ന ഷോട്ടൊക്കെ എടുത്തു വിട്ടാം. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാണ്ട്. നിങ്ങൾ കുറേ പേരെങ്കിലും വിചാരിക്കും ഫുഡ് ബ്ലോഗിങ് എന്ത് ഈസിയാണ്, ഇവർക്ക് എപ്പോഴും പോയി ഫുഡ് കഴിച്ചാൽ പോരെയെന്ന്. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഈ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോകരുത് ഗൈസ്. അത്രയ്ക്ക് ഈസി അല്ല കേട്ടോ. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കാര്യം ശരിയാണ്, രസമാണ്, നമുക്ക് കുറേ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, കുറേ സ്ഥലങ്ങൾ ട്രൈ ചെയ്യാം. പക്ഷേ ഉണ്ടല്ലോ, ഇതെല്ലാം വെച്ച് നമുക്ക് വേണ്ട വീഡിയോസൊക്കെ എടുത്തു വരുമ്പോഴേക്കും അതും ഒരു ഷോട്ടല്ല, ഒരേ സാധനത്തിൻ്റെ മൾട്ടിപ്പിൾ ഷോട്ട്സും അവിടുന്ന് ഇവിടുന്ന് ആംഗിളൊക്കെ മാറി മറിഞ്ഞും തിരിച്ചും മറിച്ചും ഒക്കെ എടുത്തു വരുമ്പോഴേക്കും ഒന്ന് സാധനത്തിൻ്റെ ചൂടാറിയിട്ടുണ്ടാവും, രണ്ട് നമുക്കതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ടും ഈ കുറേ നേരം ഷൂട്ട് ചെയ്തിട്ട് കഴിക്കാനുള്ള മൂഡ് ഒരുമാതിരി പോയിട്ടുണ്ടാവും. ടേബിളിൽ എന്തെങ്കിലും കൊണ്ട് സെർവ് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റോട് കൂടി ആസ്വദിച്ച് അത് കഴിക്കാമെന്നുള്ള വിചാരം ആർക്കും വേണ്ട. അത് നടക്കണ കാര്യമില്ല കേട്ടോ. എന്ന് വിചാരിച്ച് ഞാൻ ഇതൊന്നും എൻജോയ് ചെയ്യണില്ല എന്നല്ല, പക്ഷെ അതിൻ്റെ പുറകിലുള്ള കുറച്ചെങ്കിലും റിയാലിറ്റി ഒന്ന് പറഞ്ഞു തന്നാ. അതൊക്കെ പോട്ടെ, നമുക്ക് വീണ്ടും ആസ്തെറ്റിക് ഷോർട്സിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ജിഗ്ലി പുഡിങ് എടുത്ത് ഇങ്ങനെ കുറച്ച് കറക്കി തിരിച്ച് മറിച്ചൊക്കെ ആയി ഫോട്ടോ എടുത്തു. അപ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ ഏകദേശം പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കഴിച്ചു. ടേസ്റ്റ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. നമ്മൾ ഒരു ചോക്ലേറ്റ് ആൻഡ് സ്ട്രോബെറി ഫ്ലേവേർഡാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അവർക്ക് വാനില ഫ്ലേവർ ഉണ്ട്. വാനില ഫ്ലേവർ വിത്ത് ഇപ്പോഴത്തെ ഫ്രൂട്ട് മാംഗോ സീസൺ ആയതുകൊണ്ട് മാംഗോസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ചോക്ലേറ്റാണ് കഴിച്ചത്. ബൈ ദ വേ ഗൈസ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് സൗമ്യയുടെ യൂട്യൂബ് ചാനൽ അത്യാവശ്യം പോപ്പുലറാണ്, ഒരുപാട് വൈറലായ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ആളാണ് ഇന്ന് എന്നെ കോണ്ടന്റ് ക്രിയേഷൻ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഈ ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ മഴ പെയ്യുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മഴയൊക്കെ ഒന്ന് തോർന്ന നേരത്ത് കഫേൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കുറച്ച് ഷോർട്സ് എടുക്കാനായിട്ട് ഞാൻ തലങ്ങും വിലങ്ങും കാറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഈ തണുപ്പത്തൊരു ഹോട്ട് ചോക്ലേറ്റ് അങ്ങോട്ട് കാച്ചിയാലോ? നാരങ്ങ വെള്ളമല്ലെന്നേ, ഹോട്ട് ചോക്ലേറ്റ് തന്നെ. അതെന്താ വെച്ചാൽ ഈ പുറത്തുള്ള ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഹോട്ട് ചോക്ലേറ്റ് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ അതിൻ്റെ ചൂടാറിയിട്ട് അതിലുള്ള വിപ്പിംഗ് ക്രീമൊക്കെ താന്നു പോകുന്നു പറഞ്ഞ് നമ്മൾ പുറത്ത് ഷൂട്ട് നിർത്തി അകത്ത് ഹോട്ട് ചോക്ലേറ്റ് വീഡിയോ എടുക്കാൻ വന്നു. ബൈ ദി വേ ഗൈസ്, എൻ്റെ ഒരു കയ്യിൽ ബെർലൈനർ ആൻഡ് അടുത്ത കയ്യിൽ കൊറിയൻ ക്രീം ബണ്ണാണ്. ബെർലൈനർ ഒരു ജർമ്മൻ ഡിസേർട്ടാണ്. ബെർലൈനർ എന്താ സംഭവിച്ചാൽ നമ്മുടെ ഡോണറ്റ് പോലെയാണ്, പക്ഷേ അതിന് ഹോളില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ക്രീം ഫില്ലിംഗ് ഉണ്ടാവും. നമുക്ക് തന്ന ഒരു ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫേവറേറ്റ് വാനിലയാണ്. പിന്നെ ഇത് ഹോട്ട് ചോക്ലേറ്റിനൊപ്പം പെയർ ചെയ്യാൻ അത്യാവശ്യം അടിപൊളിയായിരുന്നു കേട്ടോ. ഈ കൊറിയൻ ബണ്ണ് സൂപ്പറായിരുന്നു. ഇതിലൊരു ചീസി ഫില്ലിംഗ് ആണ്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയണ സംഭവമായിരിക്കും അല്ലേ. ഇത് വാലന്റീനോ റോസ് എന്ന് പറഞ്ഞ ഇവരൊരു സ്പെഷ്യൽ ഡെസേർട്ടാണ്. കഴിക്കാൻ എനിക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഇത് ഞാൻ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോസ് അല്ല, യു ക്യാൻ ഈറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ലൈവ് വീഡിയോ എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ,
ഇത് ക്ലോസ് ഇങ്ങോട്ട് നീട്ടിപ്പിടി. ആ ഇല്ല നീട്ട്. അങ്ങനെ അതിൻ്റെ ഒരു 10 ഷോട്ട് എടുത്തപ്പോൾ ഒരു ഷോട്ട് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അടുത്തായിട്ട് അവർ മാഗ്നം മെൽറ്റ് ക്രൊസോ ആയിരുന്നു. ഒരു ക്രൊസോൻ്റെ ഉള്ളിൽ മാഗ്നം ഐസ്ക്രീമൊക്കെ വെച്ച് സോസൊക്കെ ഒഴിച്ചിട്ട് അത്യാവശ്യം നല്ലതായിരുന്നു. നല്ല ക്രഞ്ചിയും നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ സംഭവം നന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വയറ് ഓൾറെഡി ഫുള്ളായതുകൊണ്ട് അങ്ങനെ അത് കഴിക്കാനൊന്നും പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഇതുകൂടി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആകെ ഒരു ഫുഡൊക്കെ കണ്ട് മടുത്തു വിട്ടാ. എന്നാലും വീണ്ടും കുറച്ച് ഐറ്റംസ് ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ട് വീണ്ടും കുറച്ച് ഷൂട്ടൊക്കെ എടുത്തു. കാര്യമായിട്ട് കഴിക്കാനൊന്നും പറ്റിയില്ല. ഇത്രയായപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നേ കഫേലിരുന്ന് വർക്ക് ചെയ്യാം എന്നുള്ള, അതായത് വർക്ക് ഫ്രം കഫേ കോൺസെപ്റ്റ് ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ നൈസായിട്ട് അവിടുത്തെ മാനേജറുടെ ലാപ്ടോപ്പ് കടം വാങ്ങിച്ചു. അഭിനയിച്ചുകൊണ്ടേ ഇരുന്നു. എത്ര ടേക്ക് എടുത്തിട്ടും ശരിയാവുന്നില്ല. വീണ്ടും ഞാൻ അഭിനയിച്ചുകൊണ്ടേ ഇരുന്നു ഗൈസ്. അങ്ങനെ ഒരു 5-8 ടേക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് വേണ്ടത് കിട്ടി തോന്നുന്നുണ്ട്. അങ്ങനെ ഷൂട്ടിന് ഏകദേശം തീരുമാനമായി. പക്ഷെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തി ഒരു 3 മണിക്കൂറിന് മീതായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാട്ടോ. റാപ്പപ്പ് ചെയ്യാറായി. അതിന് മുന്നേ കുറച്ച് ആസ്തറ്റിക് ഷോട്ട്സ്, അതായത് കഫേൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ വിലങ്ങ് നടക്കുന്ന കുറച്ച് ഷൂട്ടും കൂടി എടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ബ്രാൻഡിന് അയച്ചു കൊടുത്ത് അപ്രൂവലൊക്കെ വാങ്ങിച്ച് നെക്സ്റ്റ് വീക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗ് സീരീസ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അഭിപ്രായം പറയണം. ഡു സപ്പോർട്ട് മീ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ലോങ് കോണ്ടൻറ്റ്സ് ചെയ്യാറില്ല. ഈ അടുത്തായിട്ടാണ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഡു സപ്പോർട്ട് മീ. സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് ടൈം കാണാം. ബൈ.